UDF എന്നുള്ള ആളുകളുടെ ഒരു പിന്തുണ, UDF എന്നുള്ള ആളുകളുടെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വലിയൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് നമ്മുടെ വിജയത്തിനെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. ലീഗിലോട്ട് തന്നെ തിരിച്ചു അവരെ പോകാൻ ഉദ്ദേശമല്ല. കാരണം ലീഗിനെ പുറത്താക്കിയ സമയത്ത് ഇടതുപക്ഷം എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിലുള്ള ഒരാൾ ജയിച്ചതിനേക്കാൾ ഇപ്പോൾ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ആൾക്ക് വിപ്പ് കൊടുത്ത് ആ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. ഇന്നെ അവർ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നന്ദിയുള്ളവരെ കൂട്ടത്തിലായിരിക്കും കുന്നത്ത് മുഹമ്മദ്. ആ കുടുംബത്തിൽപ്പെട്ട ആൾ ആയിരിക്കും. അങ്ങനെ ഒരു നന്ദികേട് കാണിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അവരുടെ പാർട്ടിയിൽ ജയിച്ച ആളേക്കാൾ കൂടുതൽ ഞാൻ അവരോട് കൂറ് പുലർത്തും. അല്ല, ഞാൻ അതിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയല്ല ചെയ്യണത്. എൻ്റെ എല്ലാ പരിപൂർണ്ണ സഹകരണം അവർക്കുണ്ടാവും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മങ്കട. മങ്കടയിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദ്, മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം നേതാവ് കൂടിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പോളിംഗ് അവസാനിച്ച ഘട്ടത്തിലുള്ള ഒരു പ്രതീക്ഷ? വളരെ നല്ല പ്രതീക്ഷയാണ് വന്നിട്ടുള്ളത്. ഈ മങ്കടയിലെ ജനാധിപത്യ വിശ്വാസികൾ വലിയൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. CPMന്റെ ആ ഒരു കേഡർ സ്വഭാവത്തിലുള്ള വർക്ക് വളരെ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അവരുടെ നേതാക്കൾ, അവരുടെ അണികൾ, അവരുടെ ഹാർഡ് വർക്ക്. പിന്നീട് UDF എന്നുള്ള ആളുകളുടെ ഒരു പിന്തുണ, UDF എന്നുള്ള ആളുകളുടെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വലിയൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് നമ്മുടെ വിജയത്തിനെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റാണല്ലോ, നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിൽ ഉൾപ്പെടെ വലിയ പരിചയങ്ങളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും. അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷയുണ്ടാവും. ഏറെക്കുറെ നല്ലൊരു വോട്ടിംഗ് ശതമാനം അതിൽ വരും. എത്രയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ മങ്കടയിൽ? അഹങ്കാരത്തോടുകൂടി പറയേണ്ടതാണ്, വലിയ ഭൂരിപക്ഷം വരും. മഞ്ഞളാംകുഴി അലി തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് വിജയിച്ച, ഇത്തവണയും മത്സരിച്ച ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉൾപ്പെടെ ഉണ്ടായിരുന്നുള്ളതായിട്ട് തുടക്കം മുതൽ താങ്കൾ പറഞ്ഞിരുന്നത്, അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണോ? വികസനമായിരുന്നു മങ്കടയിൽ ജനങ്ങൾ ആഗ്രഹിച്ചത്. അത് കുറച്ച് കാലമായിട്ട് അവർക്ക് MLAൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിന് ഒരു വികസനം വരണം എന്നുള്ള ചിന്താഗതിയിൽ ന്യൂ ജനറേഷൻ വിഭാഗവും മറ്റു ജനാധിപത്യ വിശ്വാസികളൊക്കെ ഒന്നടങ്കം അതിനെ മുന്നോട്ട്. വികസന വിഷയം തന്നെയാണ് നമ്മൾ മുന്നോട്ട്. ബൈപ്പാസ് തന്നെയാണുള്ളത്. വരണമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ്, മറ്റുള്ള അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വരേണ്ടതുണ്ട്. ഒരു മാസ്റ്റർ പ്ലാനെ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് മങ്കടയിൽ. നിങ്ങളിവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ലീഗിൻ്റെയൊക്കെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്, ലീഗിൽ നിന്ന് ഒരാൾ പോയി ലീഗിനെതിരെ മത്സരിച്ചാൽ ലീഗ് അവിടെ സർവ്വസജ്ജമായിട്ട് ഇറങ്ങും, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. മങ്കടയിലും അത് കാണാമെന്ന് പറഞ്ഞിരുന്നത്. അവർക്ക് ഉള്ളൊരു മറുപടി എന്താണ്? ലീഗ് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ ജീവിതകാലത്തിൽ മുഴുവൻ ഓർമ്മ വെച്ച മുതൽ തന്നെ ലീഗിന് പ്രവർത്തിക്കൽ കൊടുത്തിയാണ്. അങ്ങനെയുള്ള ഒരു ലീഗ് ഒരു സുപ്രഭാതത്തിൽ ആരുടെ പ്രേരണ പ്രകാരം എന്നെ പുറത്താക്കണം, സ്ഥാനത്ത് നിന്ന് മാറ്റം ചെയ്യണം. അതുകൊണ്ടാണ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. നിങ്ങളെന്നെ ഒരു പക്ഷേ കുന്നത്ത് മുഹമ്മദ് LDF സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ആരുത്തും വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ലേനല്ലേ കൊടുത്തത്, വിസ്മയത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആര് കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. ആ കൊടുത്ത ആളാണ് ഞാൻ ഫേസ്ബുക്കിലിട്ടത്. അപ്പോൾ പിന്നീട് ആ ആളെ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ പ്രശ്നമാക്കും എന്ന് കണ്ടിട്ട് ഇന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അങ്ങനെയുള്ള ഒരു കുടുംബവും അങ്ങനെയുള്ളൊരു വ്യക്തിയും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അപ്പോൾ ഞാനും ഈ പാർട്ടിക്ക് ഇത്ര കാലം അധ്വാനിച്ചുകൊണ്ട് എനിക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു സ്ഥാനാർത്ഥിയായിട്ട്. ആ സമയത്ത് ഇടതുപക്ഷത്തിന് നമ്മൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവർ വന്ന് പിന്തുണ നൽകി. അത് എൻ്റെ ഒരു നല്ലൊരു നിങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടതാണോ അതോ ഇടതുപക്ഷം നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞു? ഞാൻ വന്ന് സ്വതന്ത്രനായി വന്നിട്ട് വാർത്താ ചാനലിലാണ് പറയണത്, ആർക്കും വേണമെങ്കിൽ പിന്തുണക്കാം. പിറ്റേ ദിവസം അവരുടെ നേതാക്കന്മാർ എനിക്ക് പിന്തുണ തന്നു. പ്രചാരണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നൊരു വോയിസ് ഉണ്ട്, ഒരു ശബ്ദരേഖയുണ്ട്. അത് താങ്കളുടെ ശബ്ദരേഖ എന്ന പേരിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിൽ പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോടാണ് സംസാരിക്കാൻ തോന്നുന്നു, നിങ്ങളാരും ഇങ്ങോട്ടേക്ക് വരണ്ട, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വരും, നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, അത് താങ്കളുടെ ശബ്ദരേഖയാണോ? താങ്കൾ പറഞ്ഞു അത് എൻ്റെ ശബ്ദരേഖയല്ല. പല ഭാഗത്തു നിന്നുള്ളത് അടർത്തിയെടുത്ത് ഒരു 4-5 കട്ടിങ്ങാണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ പോയിട്ടുള്ളൂ. അത് ലീഗിൽ നിന്ന് പോരിൻ്റെ ഇവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടുക്കേണ്ട മുമ്പാണുള്ളത്. മനസ്സിലായില്ലേ? അവർ പുറത്താക്കുന്നു എന്നറിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളാരും പോരണ്ട, പിന്തുണ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ അത് ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ ഒരു ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ആൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഇടതുപക്ഷം എന്നെ പിന്തുണച്ചില്ല.
ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി ഇങ്ങേപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ എല്ലാം നിൽക്കുന്ന വെച്ചാൽ അതിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് തീരുമാനം. അതായത് താങ്കൾ പല ഘട്ടങ്ങളിലായിട്ട് പല ആളുകളോട് സംസാരിച്ചത് കട്ട് ചെയ്ത് ഒരു വോയിസ് ആക്കി. താങ്കളുടെ ശബ്ദം തന്നെയാണ്, പക്ഷെ പല വേർഡ്സുകൾ എടുത്തിട്ട് അവർക്ക് സൗകര്യപ്രദമായ വോയിസാക്കി. അതായത് അതിലവർ ഉദ്ദേശിച്ചത് താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ലീഗിലോട്ട് തന്നെ തിരിച്ചു അവരെ പോകാൻ ഉദ്ദേശമല്ല. കാരണം ലീഗിനെ പുറത്താക്കിയ സമയത്ത് ഇടതുപക്ഷം എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിലുള്ള ഒരാൾ ജയിച്ചതിനേക്കാൾ ഇപ്പോൾ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ആൾക്ക് വിപ്പ് കൊടുത്ത് ആ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. ഇന്നെ അവർ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നന്ദിയുള്ളവരെ കൂട്ടത്തിലായിരിക്കും മുന്നത്ത് പോകുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട ആൾ ആയിരിക്കും. അങ്ങനെ ഒരു നന്ദികേട് കാണിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അവരുടെ പാർട്ടിയിൽ ജയിച്ച ആളേക്കാൾ കൂടുതൽ ഞാൻ അവരോട് കൂറ് പുലർത്തും. പാർട്ടിക്കാരൻ ഞാനൊരു വിശ്വാസത്തിൽ പോകുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പിന്തുണ അവർക്ക് എപ്പോഴും ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ല ഞാൻ അതിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയല്ല ചെയ്യണത്. എൻ്റെ എല്ലാ പരിപൂർണ്ണ സഹകരണം അവർക്കുണ്ടാവും. CPM ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പോളിംഗിൻ്റെ മുൻപ് പറഞ്ഞത് വിജയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ നയം വ്യക്തമാക്കട്ടെ. സ്വാഭാവികമായിട്ട് സ്വതന്ത്രനായിട്ട് വിജയിച്ചു കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നയം വ്യക്തമാക്കാവുന്നതാണ്. ആ നയം എന്തായിരിക്കും? നയം എന്തായാലും CPM കൂടെ തന്നെ നിൽക്കുള്ളൂ. CPM പിന്തുണച്ച് തന്നെ നിൽക്കുള്ളൂ. അത് ഞാൻ വ്യക്തമാക്കാനൊന്നുമില്ല. അവരുടെ അധ്വാനമാണ് എൻ്റെ ജയം. ഇപ്പോഴും കടുത്ത ആത്മവിശ്വാസം പറയുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിലൂടെ UDF വീണ്ടും അധികാരത്തിൽ വരും. അത് എപ്പോഴും അങ്ങനെ പറയല്ല, രസം ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ മഞ്ഞളാംകുഴിയിൽ എത്ര ഭൂരിപക്ഷം പറയണമെന്ന് വെച്ചാൽ ആ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ കുന്നത്തോമ വയ്ക്കും. എന്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ കാരണം? എന്താണ്? CPM വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലീഗിൽ നിന്ന് പറയാൻ പറ്റില്ല, UDF ഒരു പിന്തുണ നമുക്കുണ്ട്. ആ പിന്തുണ ഇങ്ങോട്ട് പറഞ്ഞ കുറേ പിന്തുണ ഉണ്ട്. അത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ആൾക്ക് എനിക്ക് മാത്രം അറിയണതാണ്. നമ്മൾ ചാനലിലേക്കോ അല്ലെങ്കിൽ സർവേക്കോ അത് കാണാൻ കഴിയില്ല, അവരുടെ മനസ്സിൽ കാണാൻ കഴിയില്ല. കഴിഞ്ഞ സ്ഥിതിക്ക് അത് പറയാലോ, അതെന്താണ് ആ പിന്തുണ? അവർ എനിക്ക് ഇത്ര വോട്ടുകൾ അവരുടെ കുടുംബത്തിന് തരും, ഇന്ന വ്യക്തികൾ തരും എന്നുള്ളത് എന്നോടാണ് പറയണത്. വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല. അവരുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല. കുന്നത്തെന്ന് പറയുന്നത് മങ്കടയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബം ആ പഴയ പരിചയം, സ്വാധീനം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കും, വോട്ടായി മാറും. ഞങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള വലിയ ശൃംഖലയുണ്ട്. അവർ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ കൂടെ ഉണ്ട്. കുന്നത്ത് മുഹമ്മദാണ് നമ്മളോട് സംസാരിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ മങ്കടയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉണ്ണിത്തുപൂരിനൊപ്പം മുബഷിർ പി അക്ബർ, മലപ്പുറം.